ഈ മുസ്ഹഫിന് വലിയ ബഹുമാനമുണ്ട്. അത് ഒന്നുമില്ലാതെ എടുക്കാൻ പറ്റൂല, തൊടാൻ പറ്റൂല. പ്രായമാകാത്ത ചെറിയ കുട്ടികൾക്ക് അവരുടെ പഠനാവശ്യത്തിന് വേണ്ടി മാത്രം ഒതുവില്ലാതെ എടുക്കാം, തൊടാം. അവരെ പഠനത്തിന് വേണ്ടി, നമ്മളാവശ്യത്തിനല്ല. ചിലപ്പോഴുണ്ട് ചിലര്, മോനെ എനിക്ക് ഒതുമില്ല, ഈ മുസ്തഫപ്പെടുത്ത് അവിടെ കൊണ്ടാച്ചെന്ന് ചെറിയ കുട്ടികളെ വിളിച്ചു പറയും. പറ്റൂല. അവരെ പഠനത്തിന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ. അവർക്കതും എടുത്ത് ഉസ്താദിന്റെ അടുത്തേക്ക് പോകാം, ഉസ്താദിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിവർത്തി കൊടുക്കാം. അതുപോലെ അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. അതൊക്കെ അവരുടെ പഠനത്തിന് വേണ്ടിയാണ്. അവർക്ക് നോക്കി ഓതാം. അല്ലാതെ നമുക്ക് ഒതുവില്ലാതെ അത് തൊടാൻ പറ്റൂല. അത്രയും ബഹുമാനാണ് മുസ്ഹഫിന്. ഈ മുസ്ഹഫിലുള്ള അക്ഷരം അല്ലാഹുവിന്റെ കലാമിന്റെ മേൽ അറിയിക്കുന്നു എന്നതാണ് അതിന്റെ കാരണം. ഇതുപോലെ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ, അടയാളങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ വിശദീകരണം നൽകുന്നത്. ഇവിടെ പള്ളി നിൽക്കുന്നു. ഇത് പടച്ചവന്റെ മേൽ അറിയിക്കുന്ന ഒരു ഭവനമാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള ഒരു ഭവനമാണ്. അത് അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. അതിനാൽ പള്ളിക്ക് ബഹുമാനമുണ്ട്. അതേ അപ്പുറത്ത് മദ്രസ നിൽക്കുന്നു. അത് അല്ലാഹുവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മദ്രസക്ക് ബഹുമാനമുണ്ട്. അതുപോലെ ഇൽമു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ബഹുമാനമുണ്ട്. അതുപോലെ ഇൽമു എഴുതിയ കടലാസിന് ബഹുമാനമുണ്ട്. ഇൽമു എഴുതിയ കിതാബുകൾക്ക് ബഹുമാനമുണ്ട്. അല്ലാഹ് എന്ന് ഒരു കടലാസിൽ എഴുതിയാൽ ആ കടലാസിന് ബഹുമാനമുണ്ട്. കാരണം അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്ന വാചകമുണ്ടതിൽ. മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ഒരു കടലാസിൽ എഴുതിയാൽ ആ കടലാസിന് പിന്നെ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് മദ്രസയിൽ നിന്ന് നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴുള്ള ആദാബുകൾ പഠിക്കുമ്പോൾ അല്ലാഹുവിന്റെ പേരെഴുതിയതോ അല്ലാഹു ബഹുമാനിച്ചവരുടെ പേരെഴുതിയതോ ആയ കടലാസുകളുമായി ടോയ്ലറ്റിൽ കടക്കാൻ പാടില്ല. അതുപോലെ മൂത്രപ്പുരയിൽ കടക്കാൻ പാടില്ല. അത് മാറ്റിവെക്കണമെന്ന് പഠിച്ചത് അതുകൊണ്ടാണ്. കാരണം അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് റസൂലുള്ളാഹിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പേരെഴുതി വെച്ചാൽ അത് ഷാഫി ഇമാമിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരെഴുതി വെച്ചാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാരുടെ പേര് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പേരെഴുതി വെച്ചാൽ അത് ജിബ്രീലിന്റെ മേൽ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പേരെഴുതിയ കടലാസുകളുമായി ടോയ്ലറ്റിലേക്ക് കടക്കാതെ മാറ്റിവെക്കണമെന്ന് നമ്മുടെ ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. എന്തിന്റെ മേലാണോ അറിയിക്കുന്നത് അതനുസരിച്ച് അറിയിക്കുന്ന വസ്തുവിന് ബഹുമാനമുണ്ട്. സുബ്ഹാനല്ലാഹ്, കഅബ ശരീഫിന് ബഹുമാനമുണ്ട്. കഅബയുടെ സമീപത്തുള്ള ഹജറുൽ അസ്വദിന് ബഹുമാനമുണ്ട്. കഅബയുടെ സമീപത്തുള്ള ഇബ്രാഹിം മഖാമിന് ബഹുമാനമുണ്ട്. ഇബ്രാഹിം മഖാം എന്താണ്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്ന് നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, ഇബ്രാഹിം മഖാമിന്റെ സമീപത്ത് വെച്ചൊരു 2 റക്അത്ത് നിസ്കരിക്കാൻ ഒരു ഓർഡർ വേണമായിരുന്നു. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിക്കുന്ന സമയത്ത് കയറി നിന്ന കല്ലാണത്. ആ കല്ല് ഓട്ടോമാറ്റിക്കായി അങ്ങനെ മേൽപോട്ടേക്ക് ഉയരുകയും താഴോട്ടേക്ക് ഇറങ്ങുകയും ഒക്കെ ചെയ്ത ഒരു കല്ലാണ്. ആ കല്ലിന്റെ സമീപത്ത് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ഓർഡർ കിട്ടിയാൽ തരക്കേടില്ല എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കി, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്ന കല്ലിന്റെ സമീപത്ത് വെച്ച് നിങ്ങൾ നിസ്കരിച്ചോളൂ. സുഹൃത്തുക്കളെ, അതിപ്പോൾ കഅബ ശരീഫിന്റെ മുൻഭാഗത്ത് അതേ ഒരു കണ്ണാടി കൂട്ടിലാക്കി വെച്ചത് കാണാം. ഞാനൊരു മസ്അല അതിൻ്റെ ഇടയ്ക്ക് പറയാണ്. ഹജ്ജിന് പോകുന്നവരും ഉംറക്ക് പോകുന്നവർ ധാരാളം ഉണ്ടാകുമല്ലോ. അല്ലാഹുവേ, ഹജ്ജും ഉംറയും ഒക്കെ കരുതിയവർക്കും അതേ ഞങ്ങൾക്കും പലതവണ അതിന് നീ തൗഫീഖ് തരണം അല്ലാഹ്. ഹജ്ജിന് പോയാൽ കഅബ തവാഫ് ചെയ്യും. കഅബ അങ്ങനെ ചുറ്റിയാണ്. അല്ലാഹുവിന്റെ ഒരു കൽപ്പനയാണ് കഅബ അങ്ങനെ ചുറ്റണോ.
അതെന്തിനാ? കാബത്തുള്ളിൽ അള്ള ഉണ്ടോ? ഇല്ല. അള്ളാഹുവിന് അങ്ങനെ സ്ഥലമൊന്നും ഇല്ലല്ലോ. അള്ളല്ലേ എല്ലാ സ്ഥലവും പഠിച്ചത്. എല്ലാം പഠിക്കുന്നതിന് മുമ്പ് അള്ള ഉണ്ട്, ഇന്നും ഉണ്ട്. അള്ളാഹ്ക്ക് മാറ്റമൊന്നുമില്ല. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും അർശും കുർസും കാബയും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് അള്ള ഉണ്ട്. അള്ളതിന് തുടക്കമില്ല, അള്ളാഹു ഉള്ളതിന് തുടക്കമില്ല. അപ്പോൾ അള്ളാഹുവിന് മാറ്റവും ഇല്ല. അതുകൊണ്ട് അള്ളാഹു തആല അതിന്റെ സൃഷ്ടികളൊന്നും അള്ളാഹുവിന്റെ സ്ഥലമാണെന്ന് വിശ്വസിക്കാൻ പാടില്ല. അള്ള എല്ലാവരെയും പരഞ്ഞെടുക്കുന്നു എന്ന് വിവരമില്ലാത്തവർ പറയാറുണ്ട്. അങ്ങനെയും പറയാൻ പാടില്ല. അള്ളാഹുവിന് സ്ഥലം ഇല്ല, അങ്ങനെയാ പറയുന്നത്. സ്ഥലം ഇല്ല. സ്ഥലം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അള്ളുണ്ട്. അള്ളാഹുവിന് മാറ്റം ഉണ്ടാവും. അള്ളാഹു തആല ഒരു സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുന്നു എന്ന് സെലഫികൾ വിശ്വസിക്കുന്നുണ്ട്. മഹാവിഡിത്തമാണത്, വിവരക്കേടാണത്. അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് തന്നെ പുറത്തു പോകുമെന്ന് വരെ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇൽജാമുൽ അവാം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ വിശ്വാസത്തിലൊന്നും മുസ്ലിമീങ്ങൾ പോയിപ്പെട്ടു പോകും. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവൻ ബഹുമാനിച്ച കഅബ അതാദ്യമായി നിർമ്മിക്കപ്പെട്ട വീടാണ്. അതേ മലക്കുകളാണ് അതാദ്യം നിർമ്മിച്ചത്. പിന്നെ പലരും നിർമ്മിച്ച് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നീട് പുനർനിർമ്മാണം നടത്തി. ആ മഹത്തായ കഅബ ശരീഫ് അത് തവാഫ് ചെയ്യാതെ ഉംറ ചെയ്യാൻ കഴിയില്ല, അതുപോലെ ഹജ്ജ് ചെയ്യാൻ കഴിയില്ല. അതിങ്ങനെ തവാഫ് ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, വലിയ പുണ്യകർമ്മമാണ്. നിസ്കരിക്കുമ്പോൾ നിർബന്ധമായതുപോലെ വുളു ഉണ്ടാകണം തവാഫിന്, ഔറത്ത് മറച്ചിരിക്കണം തവാഫിന്. എൻ്റെ പ്രിയപ്പെട്ട സ്ത്രീകളോട് ഞാൻ പറയാണ്, ഒരു മുടിയെങ്കിലും അതാ നമ്മുടെ മക്കനയുടെ പുറത്തായി പോയാൽ തവാഫ് ബാത്തിലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തുണിയുടുത്തുകൊണ്ട് തവാഫ് ചെയ്യുന്ന ആളുകളോട് ഞാൻ പറയുന്നു, നമ്മൾ തുണിയുടുക്കുമ്പോ നമ്മളെ പൊക്കിള് മറച്ചുകൊണ്ട് തുണിയുടുക്കണം. പൊക്കിള് മറക്കാതെ തുണിയുടുത്തിട്ട് നമ്മൾ തവാഫ് ചെയ്താൽ തവാഫ് ബാത്തിലാണ്. പൂർണ്ണമായും മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലം പുരുഷന്മാര് മറക്കണം. അതുപോലെ സ്ത്രീകൾ അവരുടെ ശരീരം മറക്കണം. പക്ഷേ ഉംറയും ഹജ്ജും ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് മുഖം മറക്കാൻ പാടില്ല, അഥവാ മുഖത്ത് തുണിയെടുക്കാടാൻ പാടില്ല, അത് തുറന്നിടണം. പക്ഷേ അവരിങ്ങനെ ഒരു നെറ്റിയുള്ള തൊപ്പി വെച്ചിട്ട് ആ തൊപ്പിയുടെ നെറ്റിയുടെ മുന്നിലൂടെ ഇങ്ങനെ താഴോട്ട് അതേ തുണി ഇറക്കിയിടുകയാണെങ്കിൽ, നിഖാബിടുകയാണെങ്കിൽ അതിന് കുഴപ്പമില്ല. മുഖത്തോട് ഒട്ടിപ്പിടിക്കുന്ന രൂപത്തിൽ തുണിയിടാൻ പാടില്ല. ഇതുപോലെ അവർ മുൻകൈ മറക്കാൻ അഥവാ മുൻകൈ കയ്യൊറ ധരിക്കാൻ പാടില്ല. മുൻകൈയിന്റെ ഏതെങ്കിലും ഭാഗം, ആദ്യ ഭാഗം മറഞ്ഞു പോയാൽ അതിന് കുഴപ്പമുണ്ടെന്നല്ല, അത് കുറച്ചൊക്കെ മറക്കുകയും വേണം. കാരണം കൈത്തണ്ട കണ്ടാൽ തവാഫ് സഹിയാകൂല. ഇത് പറയുമ്പോ നിങ്ങൾ അവിടെ പോയി തവാഫ് ചെയ്യുമ്പോ കൈത്തണ്ട മുഴുവനും തുറന്നിട്ട സ്ത്രീകളെ കാണാം, അതുപോലെ കാല് തുറന്നിട്ട സ്ത്രീകളെ കാണാം. നിങ്ങളാരും അങ്ങനെ തവാഫ് ചെയ്ത് ബാത്തിലാക്കരുതെന്ന് ഞാൻ കേരളത്തിലുള്ള മുസ്ലിമീങ്ങളോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലിനുറ ധരിക്കാൻ പറ്റൂല. അതുപോലെ ശരീരത്തെ മൊത്തത്തിലോ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു അവയവത്തെയോ കവർ ചെയ്യുന്നതൊന്നും ധരിക്കാൻ പറ്റൂല. ഉദാഹരണത്തിന് കയ്യിന്റെ വിരലിനൊരു ഉറ ഇടാൻ പറ്റൂല, കാലിന് സോക്സ് ഇടാൻ പറ്റൂല, അതേ കാല് മറക്കുന്ന ഷൂ ഇടാൻ പറ്റൂല. ഇനി അഥവാ ഷൂ ആണ് ധരിക്കുന്നതെങ്കിൽ ഇമാമിങ്ങൾ പറഞ്ഞു അതിന്റെ മുൻഭാഗം വെട്ടിക്കളയണം, ബേക്കിലും അതാ വെട്ടിക്കളയണം. ചെരിപ്പാണെങ്കിൽ കുഴപ്പമില്ല, ചെരിപ്പ് പോലെ ആക്കണം എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ ഷൂ ധരിച്ചിട്ട് പറ്റൂല. അപ്പൊ തവാഫിന് അതിൻ്റെതായ നിബന്ധനകളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തവാഫ് ചെയ്യുമ്പോൾ മുഴുവൻ സമയത്തും കഅബ ഇടത് ഭാഗത്തായിരിക്കണം. കഅബ ഇടത് ഭാഗത്താക്കിക്കൊണ്ടായിരിക്കണം തവാഫ്. അങ്ങനെയല്ലാതെ തവാഫ് പറ്റൂല. ഇവിടെയാണ് ഞാൻ മസല പറയാമെന്ന് പറഞ്ഞത്. എന്താണത്? തവാഫ് ചെയ്യുമ്പോൾ പല സ്ത്രീകളും പുരുഷന്മാരൊക്കെ വിവരമില്ലാത്തവര് തവാഫിന്റെ ഇടയ്ക്ക് ഈ ഇബ്രാഹിം മഖാമിന് വലിയ ബഹുമാനം ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ, അത് കാണുമ്പോൾ എല്ലാം അങ്ങോട്ടങ്ങ് പോകും. എന്നിട്ട് അതൊന്ന് തൊടാൻ നോക്കും.
അതൊന്ന് മണക്കാൻ നോക്കും, തൊട്ട് മണക്കാൻ നോക്കും. അപ്പൊ എന്തായി? തവാഫിന്റെ ഇടയ്ക്ക് നമ്മളെ ഇടത് ഭാഗം ഖിബലക്കാവുക, കഅബക്കാവുക എന്നത് പോയി. നമ്മള് പിൻഭാഗം ആയിപ്പോയി കഅബ, അല്ലെങ്കിൽ വലത്തെ ഭാഗമായി പോയി കഅബ, അല്ലെങ്കിൽ മുന്നായി പോയി കഅബ. ഇതൊന്നും പറ്റൂല. പിന്നെ കഅബ ഇടത്ത് തന്നെ ആയിരിക്കണം. തവാഫ് തുടങ്ങി തീരുന്നത് വരെ കഅബ ഇടത്ത് തന്നെ ആയിരിക്കണം. ഇത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഈ ഇബ്രാഹിം മഖാം തൊടാനൊന്നും കഅബ ശരീഫ് തവാഫ് ചെയ്യും ആരും പോകാൻ പാടില്ല. മറ്റുള്ളവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ വെച്ച് നമ്മൾ വിവരക്കേട് ചെയ്യാൻ പാടില്ല. നമ്മൾ കേരളാണ്. കേരളത്തിൽ എത്ര വേള, എത്ര ഉറുദിയ, എത്ര ക്ലാസാ, എത്ര സ്ഥാപന, ഇതൊക്കെ ഉണ്ടായിട്ട് നമുക്ക് തവാഫ് ചെയ്യാൻ അറിഞ്ഞൂടാത്തവരായി പോയാൽ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇബ്രാഹിം മഖാമിന് വലിയ ബഹുമാനുണ്ട്, അവിടെ നിസ്കരിക്കുന്നതിനും പുണ്യമുണ്ട്. പക്ഷേ തിരക്കിട്ട് ജനങ്ങൾ തവാഫ് ചെയ്യുമ്പോ അവിടുന്ന് നിസ്കരിച്ചിട്ട് അവനവന്റെ പെരടിയിൽ വേറൊരുത്തന്റെ കാല് വെച്ച് അങ്ങനെ മരിക്കാൻ പോകരുത്, അതുപോലെ വിഷമിക്കാൻ പോകരുത്. ദൂരെ പോയിട്ട് നിസ്കരിക്കണം. സൗകര്യം ഉണ്ടെങ്കിലാ ഇബ്രാഹിം മഖാമിന്റെ അടുത്ത് നിസ്കരിക്കൽ നല്ലതാണ്. സൗകര്യം ഇല്ലെങ്കിൽ വേണ്ട, ദൂരെ പോയി നിസ്കരിക്കണം. സുഹൃത്തുക്കളെ, ആ ഇബ്രാഹിം മഖാം അതിന് ബഹുമാനമുണ്ട്, കഅബക്ക് ബഹുമാനമുണ്ട്. പക്ഷെ ഓരോന്നിനെ എങ്ങനെയാ ബഹുമാനിക്കേണ്ടത് എന്ന് അല്ലാഹു റസൂൽ പഠിപ്പിച്ച പോലെ ബഹുമാനിക്കണം. കഅബക്ക് വലിയ ബഹുമാനമുണ്ട്. അതുകൊണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോ നെഞ്ഞ് കഅബയിലേക്ക് തിരിച്ച് നിസ്കരിക്കണം. സുജൂദ് ചെയ്യുമ്പോ നെഞ്ഞെങ്ങോട്ടാണ്ടാവുക? അത് ഭൂമിയിലേക്കാണ് ഉണ്ടാക്കുക. അതിന് കുഴപ്പമില്ല. റുക്കൂ ചെയ്യുമ്പോ ഭൂമിയിലേക്കാണ്, അതിന് കുഴപ്പമില്ല. അത് നേരെ നിന്നിട്ട് പിന്നെ അങ്ങനെ ആയത്, അതിന് കുഴപ്പമില്ല. നേരെ മറിച്ച് നമ്മൾ അഭിമുഖമായി നിൽക്കുമ്പോ കഅബയിലേക്ക് നെഞ്ഞ് തിരിച്ചുകൊണ്ട് നിസ്കരിച്ചാലേ നിസ്കാരം പറ്റുകയുള്ളൂ. മുഖം തിരിച്ചാ പോരാ, നെഞ്ഞ് തിരിക്കണം. ഒരാൾ നിസ്കരിക്കുമ്പോ നെഞ്ഞ് കഅബക്ക് തിരിച്ചിട്ട് മെല്ലെ ഒന്ന് തലകൊണ്ട് ഇങ്ങനെ തിരിഞ്ഞു നോക്കി, തല കൊണ്ട് മാത്രം തിരിഞ്ഞു നോക്കി. എന്നാൽ അത് പാടില്ല. പക്ഷേ അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവൂല. കാരണം നെഞ്ഞ് കഅബയിലേക്ക് തന്നെ ആയാൽ മതി, എന്നാൽ നിസ്കാരം ബാത്തിലാവൂല. പക്ഷെ അങ്ങനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല കേട്ടോ. നോക്കേണ്ടത് സുജൂദിന്റെ സ്ഥലത്താണ്. സുജൂദിന്റെ സ്ഥലത്താണ് നിസ്കരിക്കുമ്പോൾ നോക്കേണ്ടത്, എന്നാലേ നല്ല ഭക്തി ഉണ്ടാവുള്ളൂ. അതാണ് സുന്നത്ത്. ഏതായിരുന്നാലും അവൻ നിസ്കരിക്കുന്ന സമയത്ത് നെഞ്ഞ് ഖിബലയിലേക്ക് തിരിക്കണം എന്ന നിയമം. തവാഫ് ചെയ്യുമ്പോൾ ഇടത് ഭാഗം കഅബയിലേക്കാകണം എന്ന നിയമം. ഇസ്ലാമിന്റെ നിയമം പറഞ്ഞ പോലെ നടക്കുമ്പോ ഒരാൾ മുസ്ലിം ആകുക. അല്ലാതെ നിസ്കരിക്കുമ്പോ ഞാൻ നെഞ്ഞക്കോട്ടല്ലേ തിരിച്ചത് കഅബുള്ളേ, പിന്നെ ഇവിടെ എത്തിയിട്ട് ഞാനിപ്പോ ഇടത്ത് ഭാഗത്താക്കാനാ കഅബ എന്ന് വിചാരിച്ചാ തവാഫ് ചെയ്യാവൂല. അല്ലാഹു റസൂൽ പഠിപ്പിച്ച പോലെ ചെയ്യണം. മാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹു പറഞ്ഞു, അല്ലാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞു തന്നാല് പിന്നെ അവിടെ ഒരു ചോയ്സ് ഇല്ല, നമ്മളിഷ്ടം പോലെ അതില്ല. അല്ലാഹു റസൂലും പറഞ്ഞ പോലെ അല്ലാഹുവിനും റസൂലിനും എതിരായി വല്ലവനും പ്രവർത്തിച്ചാൽ അവൻ കടുത്ത പിഴവ് പിഴച്ചുപോയി. അപ്പൊ കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിക്കേണ്ടത്. അതേ സമയത്ത് കഅബ ഇടത് ഭാഗത്താക്കിയിട്ടാണ് തവാഫ് ചെയ്യേണ്ടത്. തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിസ്കാരം തുടങ്ങിയാലോ ഉസ്താദേ, നിസ്കരിക്കുമ്പോൾ കഅബയുള്ള തിരിഞ്ഞിട്ട് തന്നെ നിസ്കരിക്കണം, നെഞ്ഞ് കഅബക്കാക്കണം. എന്നിട്ട് നമ്മൾ ലേപ്പ് ചെയ്യണം, പിന്നെ ഏച്ചു കൂട്ടണം. ഏത് തവാഫ് നിസ്കാരം കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് ബേക്കോട്ടങ്ങ് പോവാ. എന്തിന്? കുറഞ്ഞു പോരുതല്ലോ, സ്ഥലം കുറഞ്ഞു പോരുതല്ലോ. തവാഫിൽ കുറച്ചൊന്ന് ബേക്കോട്ട് പോയിട്ട് നമ്മൾ ഇടത് ഭാഗത്ത് വിലക്കാക്കിയിട്ട് ലാപ്പ് ചെയ്യുക. കൂട്ടിച്ചേർത്തുകൊണ്ട് ഏച്ചുകൊണ്ട് ചെയ്യുക. നമ്മളില്ലേ സാധാരണ ഈ കോൺക്രീറ്റ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോ കമ്പി ലേപ്പ് ചെയ്യുന്നു. അല്ലാഹ് പറഞ്ഞേച്ച് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹ് പറഞ്ഞേച്ച് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബിയാണ്. ആ റസൂലുള്ള പറഞ്ഞ വീട്ടിൽ നിസ്കരിക്കലാണ് സ്ത്രീകൾക്ക് ഖൈർ എന്നാണ്. അതേ സമയത്ത് ഐഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയേണ്ടത്? അപ്പൊ പറഞ്ഞു കൊടുത്തു, അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമായി ഖബറിൽ കിടക്കുന്നവരെ അസ്സലാമു അലൈക്കും. ഖബറിലുള്ള വിളിച്ചിട്ട് സലാം പറയാനാ പറഞ്ഞത്.
ചിലരുണ്ട് ഖബറിലോല പിടിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നു. അപ്പൊ ആയിഷ ബീവിനോട് ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന സംഗതിയാ റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുത്ത്. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ അസ്സലാമു അലൈക്കും. ഖബറിലുള്ളവരെ വിളിച്ചുകൊണ്ടാണ് നബി തങ്ങളും സലാം പറഞ്ഞത്. അതൊന്നും ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന സംഗതിയല്ല, റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. ആയിഷ ബീവി പെണ്ണായിട്ടും സിയാറത്തിന് അനുമതി കൊടുത്തല്ലോ. കാരണം അവിടെ സിയാറത്ത് ചെയ്യാനുള്ളത് ആരെയാണ്? സുബ്ഹാനല്ലാഹ്, വലിയ വലിയ മഹാന്മാരായ സഹാബികളെയാണ്. മഹാന്മാരായ സഹാബികൾ, മഹാന്മാരായ ഔലിയാക്കൾ, അറിയപ്പെടുന്ന ഔലിയാക്കൾ, അറിയപ്പെടുന്ന പ്രശസ്തരായ ഔലിയാക്കൾ. ഏതോ ഒരാള് അതാ സുബ്ഹാനല്ലാഹ് എന്തെല്ലാമോ വേഷം കെട്ടിയിട്ട് നാദാ എന്തെല്ലാമോ അഭിനയിച്ച് നടക്കുന്ന ആളല്ല വലിയ. വലിയ എന്ന് പറഞ്ഞാൽ അല്ലാഹും റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിച്ച് തഖ്വയോടെ ജീവിക്കുന്നവരാണ് വലിയ. അങ്ങനെയുള്ള മഹാന്മാരായ ഔലിയാക്കളെ ഖബർ സിയാറത്തിൽ സ്ത്രീകൾക്കും സുന്നത്താണ്. ഇമാമിങ്ങളത് രേഖപ്പെടുത്തി വെച്ചു. അതേസമയം സ്വന്തം ബാപ്പയുടെയും ഉമ്മയുടെയും ഭർത്താവിൻ്റെയും ഒക്കെ ഖബറാകുമ്പോ, അവർ സാധാരണക്കാരാകുമ്പോ അവരെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തില്ല. കാരണം നബി തങ്ങൾ തന്നെ പറഞ്ഞ വേറെ ഹദീസുണ്ട്. ആ ഹദീസിൽ എന്താ പറഞ്ഞത്? ലഅനല്ലാഹു സുവാറാത്തിൽ ഖുബൂർ, ഖബറുകൾ ധാരാളം സന്ദർശിക്കുന്ന സ്ത്രീകൾക്ക് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്. അത് പറഞ്ഞത് സാധാരണക്കാരുടെ ഖബറിനെ കുറിച്ച്, അവിടെ തന്നെ പോയി കൂടുന്ന സ്ത്രീകളെ കുറിച്ചാണ്. അതേ സമയത്ത് ഔലിയാക്കൾ അമ്പിയാക്കളെ ഖബർ അങ്ങനെയല്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യൽ വുജൂബാണെന്ന് വരെ പറഞ്ഞ ഇമാമികളുണ്ട്. കാരണം ഖുർആനിൽ റബ്ബ് പറഞ്ഞതാണ്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക്, തെറ്റ് ചെയ്തു പോയ ആളുകൾ ഓ നബിയെ തങ്ങളെ വന്ന് സമീപിക്കട്ടെ. ഇത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് മുമ്പും ശേഷവും ഒരുപോലെ ബാധകമാണെന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹിനെ പോയി കാണുക എന്നത് കഴിയുന്നവർക്ക് നിർബന്ധമാണെന്ന് തന്നെ പറഞ്ഞ ഇമാമികളുണ്ട്. അവിടുത്തെ സിയാറത്ത് ചെയ്യൽ നിർബന്ധമാണെന്ന് പറഞ്ഞവരുണ്ട്. സുന്നത്താണെന്ന് എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ചിട്ടുണ്ട്. അത് സ്ത്രീകൾക്കും സുന്നത്തുണ്ട്. കാരണം തെറ്റ് ചെയ്തു പോയവർ നബി തങ്ങളെ സമീപിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വെച്ച് അല്ലാഹ് പറയുന്ന ഫസ്തഗ്ഫിറുല്ലാഹ്, അവർ അല്ലാഹുവിനോട് അതാ പൊറുക്കലിനെ ചോദിക്കട്ടെ. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ഈ ആയത്തിന്റെ തഫ്സീറിൽ കാണാം വസലൂഹു അയ്യസ്തഗ്ഫിറ ലഹും, നബി തങ്ങളോട് അവർ ആവശ്യപ്പെടട്ടെ. അയ്യസ്തഗ്ഫിറ ലഹും, നബിയെ തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദോഷം പൊറുക്കാൻ തങ്ങളോട് അല്ലാഹുവിനോട് റെക്കമെൻഡ് ചെയ്യണമെന്ന് നബി തങ്ങളോട് അവർ ആവശ്യപ്പെടട്ടെ. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുകയും ഉണ്ടായാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ, പടച്ചവൻ ദോഷം പൊറുക്കുന്നവനായി അവർക്ക് എത്തിക്കാൻ കഴിയും. ഖുർആനാണ്. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുക്കൽ ദോഷമുള്ള ആളുകൾ പോയിട്ട് റസൂലുള്ളാഹിനെ സമീപിച്ചിട്ട് അവിടുന്ന് അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണമെന്നും ദോഷം പൊറുക്കാനുള്ള റെക്കമെൻഡിന് വേണ്ടി നബി തങ്ങളോട് തേടണമെന്നും ഖുർആൻ പഠിപ്പിച്ചതായതിനാൽ ആ പുണ്യം സ്ത്രീകൾക്കും കിട്ടണം, പുരുഷന്മാർക്കും കിട്ടണം. അതിനാൽ നബി തങ്ങളെ ഖബർ സിയാറത്ത് ചെയ്യൽ എല്ലാവർക്കും പുണ്യമാണ്. ഇതുപോലെ മഹാന്മാരായ പ്രസിദ്ധരായ ഔലിയാക്കളാകുമ്പോ അവരുടെ ഖബറിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെ ലഭിക്കുന്നവരായതിനാൽ അവരുടെ ഖബർ സിയാറത്തുന്ന സ്ത്രീകൾക്ക് പുണ്യമുണ്ട്. അതേസമയം സ്വന്തം ബാപ്പാന്റെ ഖബറിൽ ചെന്നാൽ സ്ത്രീകൾക്ക് ചിലപ്പോ ബാപ്പാ എന്ന് പറഞ്ഞ് അവർ ചിലപ്പോ പൊട്ടിക്കരയും, ചിലപ്പോ നെഞ്ഞത്തടിക്കും. അവർക്ക് അങ്ങനെ ചിലപ്പോൾ അവരുടെ ക്ഷമ അവിടെ അവർക്ക് മനക്കരുത്ത് മതിയാകൂല. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം കുടുംബങ്ങളെ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തില്ലെന്നും അത് പാടില്ലെന്നും അതേ സമയത്ത് മഹാന്മാരെ ഖബർ സിയാറത്ത് ചെയ്യാമെന്നും പഠിപ്പിച്ചതായി ഇമാമികൾ വിവരിച്ചിട്ടുള്ളത്.
അതേ സമയത്ത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ അവിടെ വീടാണ് ഖൈർ എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞതിനാൽ ആയിഷ ബീവി ജുമക്ക് പോകാറില്ല, ഫാത്തിമ ബീവി ജുമക്ക് പോകാറില്ല, നബിതങ്ങളെ വീട്ടിൽ നിന്ന് ആരും പോകാറില്ല. അതുകൊണ്ട് ഈ പാവപ്പെട്ട എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഭാര്യയും പോകാറില്ല, എൻ്റെ ഉമ്മയും പോകിയിരുന്നില്ല, എൻ്റെ പെങ്ങളും പോകാറില്ല. കാരണം അതാണ് ഇസ്ലാം. അത് ഇവിടെ പൂർവീകരായ നമ്മളെ ഇമാമീങ്ങളും നമ്മളുടെ പണ്ഡിതന്മാര് ശഫീ ഇമാം അടക്കമുള്ള ഇമാമീങ്ങളും നമ്മുടെ നാട്ടിൽ പൂർവ്വകാലത്ത് ജീവിച്ചു പോയ ആലിമീങ്ങളും നമുക്കത് ശരിക്കും കാണിച്ച് പഠിപ്പിച്ചു തന്നതാണ്. അതിനെതിരെ വല്ലവനും സംസാരിക്കുന്നുവെങ്കിൽ അവൻ ഇസ്ലാം ദീനല്ല പറയുന്നത്, അവന്റെ സ്വന്തം യുക്തി അനുസരിച്ച് മതം പറയുകയാണ്. അല്ലാഹു പറയുന്നു, മാ കാന ലിമുമിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ. അല്ലാഹും റസൂലും ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനുള്ള ഒരു പുരുഷനും ഈമാനുള്ള ഒരു സ്ത്രീക്കും അയ്യനകൂന ലഹുൽ ഖിയറ, അവർക്ക് സ്വന്തത്തിലൊന്നും പറയാൻ അധികാരമില്ല. സുബ്ഹാനല്ലാഹ്, എൻ്റെ ഭാര്യക്ക് എത്രയോ പവൻ ആഭരണം കഴുത്തിലും കാതിലും അതേ അവളുടെ കാലിലും കയ്യിലുമൊക്കെയുണ്ട്. അപ്പോൾ ഒരുത്തൻ ചോദിക്കുകയാണ്, എൻ്റെ ഭാര്യക്കുണ്ടല്ലോ എന്നാ എനിക്കും പറ്റൂലേ? പറ്റൂല. കാരണം പുരുഷന്മാർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർണം ധരിക്കുന്നത് ഹറാമാക്കിയിരിക്കുന്നു, വെള്ളി ധരിക്കുന്നതും ഹറാമാക്കിയിരിക്കുന്നു. വെള്ളിയുടെ ഒരു മോതിരം ചെറുവിരലിൽ ധരിക്കൽ സുന്നത്തുണ്ട്, വേറെ കൈയിന്റെ വിരലിനൊന്നും മോതിരം ധരിക്കൽ സുന്നത്തില്ലെന്ന് മാത്രമല്ല, വെള്ളിയുടെ മോതിരം ഒന്നിലധികം ധരിച്ചാൽ ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ചിലർക്കൊരു ധാരണയുണ്ട്, കുറെ മോതിരിട്ട ഔലിയാവൂന്ന് ധരിക്കുന്നവരുണ്ട്, ഔലിയാവൂല, തെറ്റാവും. ഇതുപോലെ ചെറുവിരലല്ലാത്ത മറ്റ് വിരലുകൾക്ക് മോതിരം ധരിക്കൽ പുണ്യമല്ല, ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. വെള്ളിയുടെ മോതിരം മാത്രമാണ് പുരുഷന്മാർക്ക് ഒന്ന് സുന്നത്ത്, പിത്തളയുടെയോ ചെമ്പിന്റെയോ ഒന്നും സുന്നത്തില്ല, അത് നല്ലതല്ല. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് എത്ര സ്വർണം ധരിക്കാൻ പറ്റും? എനിക്കത് പറ്റൂല. അവിടെ ഞാൻ എന്തേ അവൾക്ക് ധരിക്കാമെങ്കിൽ എനിക്കും ധരിച്ചൂടെ എന്ന് ചോദിക്കരുത്. അള്ളയും റസൂലും പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്നതിനാണ് മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ യുക്തിക്ക് സ്ഥാനമില്ല. അള്ളാഹു ഉണ്ടെന്ന് നമുക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. അതേ കാരണം ഈ ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കരയും കടലും മത്സ്യവും അതേ മാംസവും എല്ലാം തന്ന റബ്ബില്ലേ? നമ്മുടെ ശരീരത്തിൽ കിഡ്നിയും ഹാർട്ടും സൃഷ്ടിച്ചു തന്ന റബ്ബില്ലേ? ബ്രെയിനും കരളും തന്ന റബ്ബില്ലേ? ആ റബ്ബ് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തി തന്നത്. അത്ഭുതകരമല്ലേ ഈ ഭൂമിയിലെ ഓരോ സൃഷ്ടികളും? ആ സൃഷ്ടികളെല്ലാം അറിയിക്കുന്ന ഒരു കാര്യം എന്താണ്? ലഖദ് വളഹ സബീലു ഇലൈക ഹഖ്ഖാ ഫമാ അഹദുൻ അറാദക യസ്തദില്ലു. എല്ലാ സൃഷ്ടികളും വിളിച്ചു പറയുന്ന ഒരു കാര്യം, ഇതിനെയെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ച് പോറ്റി വളർത്തുന്ന എല്ലാ വിഷയങ്ങളും അതാ ഖദീമായ നിലക്ക് ഉള്ളവനും അറിയുന്നവനുമായ, തുടക്കമില്ലാതെ ഉള്ളവനും തുടക്കമില്ലാതെ അറിയുന്നവനും അതേ എല്ലാറ്റിനും കഴിവുള്ളവനുമായ ഒരു സ്രഷ്ടാവുണ്ട്, പടച്ചവനുണ്ട്. അതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും. ആ അല്ലാഹുവിനെ അറിഞ്ഞവനാണ് മുസ്ലിം. അവന്റെ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. അധികാരം മുഴുവനും അവനാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്, സർവാധികാരി അല്ലാഹുവാണ്. അതുകൊണ്ടാണ് നമ്മൾ റബ്ബിനോട് യാചിച്ചത്. റബ്ബിനോട് യാചിക്കുന്നത് കടലിലുള്ള മത്സ്യം വളരെ ഹലാലായ ഒരു സ്വത്താണ്. അത് പിടിച്ചുകൊണ്ടുവരുന്ന തൊഴിലാളികൾ ഭാഗ്യവാന്മാരാണ്. അവര് വേറൊരു ഹറാമ് പോയി എടുക്കുന്നില്ല, വേറൊരു
വേറൊരുത്തന്റെ ഹക്ക് എടുത്തു കൊണ്ടുവരുന്നില്ല. കടലിലുള്ള മത്സ്യം ഹലാലായ സ്വത്താണ്. അത് പിടിക്കാൻ പോകുന്ന തൊഴിലാളികൾ അവര് ഹലാലായത് സമ്പാദിക്കുന്നവരാണ്. പക്ഷേ അത് റബ്ബ് തരണമല്ലോ. അതിനാണ് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യുന്നത്. തരുന്നവൻ റബ്ബാണ്, കൊടുക്കുന്നവൻ റബ്ബാണ്, തടയുന്നവൻ റബ്ബാണ്. ആ റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് ദുആ. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് ദിക്ർ. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് സലാത്ത്. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് നിസ്കാരം. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് നോമ്പ്. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് സദഖ. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് കുടുംബബന്ധം ചേർക്കൽ. റബ്ബിൽ നിന്ന് കിട്ടാനുള്ള കാരണമാണ് അയൽവാസിക്ക് നന്മ ചെയ്യൽ, സ്വന്തം ഭാര്യയോട് നല്ല നിലയ്ക്ക് പെരുമാറൽ, ഭർത്താവിനെ ആദരിക്കൽ, അംഗീകരിക്കൽ, കുട്ടികളെ നന്നായി വളർത്തൽ. അങ്ങനെ തുടങ്ങി ഏത് സൽക്കർമ്മങ്ങളുണ്ടോ ആ സൽക്കർമ്മങ്ങളെല്ലാം പടച്ച റബ്ബിൽ നിന്ന് ദുനിയാവും ആഖിറവും കിട്ടാനുള്ള കാരണമാണ്. കൊടുക്കുന്നവൻ റബ്ബാണ്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നത് നമുക്ക് ബുദ്ധി കൊണ്ടറിയാൻ കഴിയും. പക്ഷേ റബ്ബിനെ കുറിച്ച് അറിയേണ്ടതുപോലെ അറിയണം. സുബ്ഹാനല്ലാഹ്, പടച്ചവനുണ്ടെന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നുണ്ട്, വേറെയും പലരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അവർ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ അബദ്ധം പറ്റി. പടച്ചവന് പുത്രനുണ്ട്, മകനുണ്ടെന്ന് വിശ്വസിച്ചു. അതുപോലെ ചിലർ മകളുണ്ടെന്ന് വിശ്വസിച്ചു. അവർക്കൊക്കെ അബദ്ധം പറ്റി. അള്ളാഹുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടതുപോലെ വിശ്വസിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിവരം നമുക്ക് പറഞ്ഞു തരാൻ ഒരാൾ വേണം. അങ്ങനെ അള്ളാഹു പറഞ്ഞയച്ച ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ള വിശ്വാസം എങ്ങനെയാണോ പഠിപ്പിച്ച് തന്നത് അതുപോലെ വിശ്വസിക്കണം. ആ വിശ്വാസം സവിസ്തരം നമുക്ക് പഠിപ്പിച്ചു തന്നവരാണ് നമ്മുടെ ഇമാമിങ്ങൾ. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ അല്ലാഹുവിന് 20 വാജിബായ സിഫത്ത്, 20 മുസ്തഹീലായ സിഫത്ത്, ഒരു ജായിസായ സിഫത്ത് പഠിപ്പിച്ചു. നമ്മുടെ മദ്രസയിൽ അത് പഠിക്കുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിനെ കുറിച്ച് ആ 41 സിഫത്ത് സലഫികൾ പഠിപ്പിക്കുന്നില്ല, ജമാഅത്തുകാർ പഠിപ്പിക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് അല്ലാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസം ഇവിടെ നിലനിൽക്കണം എന്ന ഒരാശയം അവർക്കില്ല. അതുകൊണ്ട് മദ്രസയിൽ നിന്ന് അതൊക്കെ അവർ എടുത്തു കളഞ്ഞു. പഴയ കാലത്തുള്ളതൊക്കെ എടുത്തു കളഞ്ഞു. അള്ളാഹിനെ പറ്റി അവർ ശരിയായ വിശ്വാസം പഠിപ്പിക്കുന്നു. അല്ലാഹുവിനെ കുറിച്ച് ശരിയായ വിശ്വാസം ജനങ്ങളെ പഠിപ്പിക്കാം. അതിനുവേണ്ടിയാണ് അൽഹംദുലില്ലാഹ് വരുന്ന 17-ാം തീയതി മഞ്ചേശ്വരത്ത് തുടങ്ങും കേരളൊട്ടാകെ ആദർശ പ്രഭാഷണങ്ങളും ആദർശ യാത്രകളും നടത്തുന്നത്. എല്ലാവരും അത് വന്ന് കേട്ടുവെക്കണം. എന്താ പറയുന്നത്? വിശ്വാസം പഠിക്കണം. നമ്മൾ അല്ലാഹുവാണ് മുഴുവനും നിയന്ത്രിക്കുന്നവൻ. മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ഇമാമിങ്ങൾ പറയാണ്, എല്ലാം സൃഷ്ടിച്ചവൻ അല്ലാഹ് മാത്രം, എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു മാത്രം. അപ്പൊ പിന്നെ ഞാനിവിടെ വരുമ്പോ ഞാൻ വന്ന കാറ് നിയന്ത്രിച്ചത് അബ്ദുറഹീം ഹാജിയാണ്. അല്ലല്ല, അല്ലയാണ്, അല്ല ഡ്രൈവറാണ്. തമ്മിൽ എതിരുണ്ടോ? അത് എതിരില്ല. അത് ബാഹ്യമായ നിയന്ത്രണമാണ്. ശരിയായ നിയന്ത്രണം അല്ലാഹുവിനാണ്. അല്ലെങ്കിൽ ഏതൊക്കെ ഒരു വാഹനം അപകടത്തിൽപ്പെടുവോ? അല്ലേ? ഡ്രൈവറല്ല, നിയന്ത്രിക്കുന്നത് അള്ളയാണ്. മംഗലാപുരത്ത് പ്ലെയിൻ അപകടം നടന്നു, കുറെ ആള് മരിച്ചുപോയി. എന്തേ? പൈലറ്റ് അല്ലേ പ്ലെയിൻ നിയന്ത്രിക്കുന്നത്? അല്ല, അള്ളയാണ്. പൈലറ്റിന് നിയന്ത്രണം കിട്ടിയില്ല. എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹ്. എന്നാൽ അല്ലാഹു തആല ഉദ്ദേശിച്ചത് പ്രകാരം, അല്ലാഹു ഉദ്ദേശിച്ചതനുസരിച്ച് ചില ബാഹ്യമായ നിയന്ത്രണങ്ങൾ. സ്റ്റേജ് നിയന്ത്രിക്കുന്നത് അധ്യക്ഷനാണ്, കമ്മിറ്റി നിയന്ത്രിക്കുന്നത് പ്രസിഡന്റും സെക്രട്ടറിയാണ്. അതൊക്കെ നമ്മൾ പറയും. അവരൊന്നുമല്ല, യഥാർത്ഥ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. സുഹൃത്തുക്കളെ, ആ അല്ലാഹുവിൽ നമ്മുടെ മനസ്സിലയിക്കണം. അതില്ലാതെ ആത്മസംസ്കരണം ഉണ്ടാവില്ല.
അല്ലാഹുവിൽ മനസ്സിലേക്കണം, അല്ലാഹുവിനെ പ്രിയം വെക്കണം, അല്ലാഹുവിനെ ഭയപ്പെടണം, അല്ലാഹുവിന് വിധേയപ്പെടണം, അല്ലാഹുവിനെ അനുസരിക്കണം. അതില്ലാതെ ആത്മസംസ്കരണമില്ല. അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയണം. അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ അല്ലാഹുവിന്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങളായതിനാൽ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും വേണം. അവർ കിടക്കുന്ന സ്ഥലങ്ങളെ ബഹുമാനിക്കണം, അവരുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിക്കണം. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മളെ തങ്ങൾ വരുന്നുണ്ട്. തങ്ങൾ വന്നാൽ എനിക്ക് സന്തോഷമായി. എനിക്ക് ട്രെയിനിന് പോകണം. തങ്ങൾ വന്നാൽ നമുക്ക് സുഖാണല്ലോ. സമയം എനിക്ക് നിർത്താലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. നമ്മൾ തങ്ങന്മാരെ ബഹുമാനിക്കും. നമ്മളെ കാണാൻ പ്രായം കുറഞ്ഞാലും ബഹുമാനിക്കും. എല്ലാ തങ്ങന്മാരെയും ബഹുമാനിക്കും. അതെന്താണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരകളാണ്. അങ്ങനെ റസൂലുള്ളാഹിക്ക് സന്താന പരമ്പരയും ജീവിച്ചിരിപ്പില്ല എന്നാ ജമാഅത്ത് ഇസ്ലാമിക്കാർ പ്രബോധനത്തിൽ പറഞ്ഞത്. അത് അവരെ തെറ്റായ ആശയമാണ്. തങ്ങന്മാരെ കൈപിടിച്ച് ചുംബിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന ശിർക്കാണ് എന്നാണ് മുജാഹിദീങ്ങൾ സലഫികൾ പറഞ്ഞു. അവരെ ശബാബിലൊക്കെ അങ്ങനെ പറഞ്ഞു. അതും വിവരക്കേടാണ്. മഹാന്മാരായ സയ്യിദന്മാർക്ക് ആദരവ്, അത് റസൂലുള്ളാഹിന്റെ ബഹുമാനത്തിന്റെ ഒരു ഭാഗമാണ്. സുഹൃത്തുക്കളെ, പറഞ്ഞ വിഷയം പറഞ്ഞു തീർക്കട്ടെ. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഖളിർ അലൈഹിസ്സലാമിന്റെ കൂടെ ഇൽമു പഠിക്കാൻ വേണ്ടി കൂടി. വലിയ സംഭവമാണ്, സൂറത്തുൽ കഹ്ഫിലുണ്ട്. അങ്ങനെ കൂടിയപ്പോ ഖളിർ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നക നിങ്ങൾ എന്റെ കൂടെ കൂടിയിട്ട് ഇൽമു പഠിക്കാൻ പറഞ്ഞാൽ ലൻ തസ്തതിഅ, നിങ്ങൾക്ക് സാധിക്കൂല, ക്ഷമിച്ചു പോരാൻ കഴിയൂല. മൂസാ നബി പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ഷമിച്ചു പോരും. എന്നാ പിന്നെ ഒരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്താലും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. ആയിക്കോട്ടെ, ചോദ്യം ചെയ്യുന്നില്ല. അങ്ങനെ യാത്ര ചെയ്ത് വലിയ സംഭവമാണ്. മൂസാ നബി അലൈഹി സ്വലാം ഒരു നബിയാണ്, ഖളിർ അലൈഹി സ്വലാം വേറൊരു നബിയാണ്. രണ്ടാളും നബിമാർ തന്നെയാണ്. അതാണ് ഏറ്റവും പ്രബലമായ അഭിപ്രായം. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തഫ്സീൽ പറഞ്ഞു. ഖളിർ അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് നിയമം ഒന്ന് വേറെ, മൂസാ നബിന്റെ ശരീഅത്ത് ഒന്ന് വേറെ. നമ്മളെ ശരീഅത്തല്ലല്ലോ മൂസാ നബിന്റെ ശരീഅത്ത്. മൂസാ നബിന്റെ ശരീഅത്തിൽ ഒരു സ്ഥലത്ത് നജസായാൽ നജസായ തുണി അടങ്ങ് മുറിച്ചുകളണോ? നമ്മളെ ശരീഅത്തിൽ അവിടെ കഴിയാൻ ഓരോരുത്തർക്കും ഓരോ നിയമം. നമ്മളെ ശരീഅത്ത് തന്നെ റസൂലുള്ളാഹി പഠിപ്പിച്ച ശരീഅത്താണ്. അത് രണ്ടില്ല, ഒന്നേ ഉള്ളൂ. എല്ലാവർക്കും ഒന്നേ. അത് പിന്നെ ഔലിയാക്കളായ ശരീഅത്ത് വേണ്ടാന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ട്, പേച്ചവരാണ്. എല്ലാ ഔലിയാക്കൾക്കും എല്ലാവർക്കും ഒരു ശരീഅത്തില്ല. ثم جعلناك على شريعة من الأمر فاتبعها ഖുർആന. ആ ശരീഅത്ത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് ഒന്ന് വേറെ, ഖളിർ അലൈഹി സ്വലാമിന്റെ ശരീഅത്ത് ഒന്ന് വേറെ. മൂസാ നബിയോട് ഖളിർ അലൈഹി സ്വലാം പറഞ്ഞു, നിങ്ങളെ ഇൽമൊന്ന് വേറെ, എന്റെ ഇൽമൊന്ന് വേറെ. നിങ്ങൾ വേറൊരു ഇൽമാണ്, എനിക്ക് വേറൊരു ഇൽമാണ്. നിങ്ങൾക്ക് എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ കഴിയും? അല്ല, ഞാൻ ക്ഷമിക്കാം ഇൻഷാ അല്ലാഹ്. ഒരു അയസീലൊക്കെ അമ്ര, ഞാൻ എതിരായിട്ടൊന്നും പറയൂല, ചെയ്യൂല. അപ്പോഴാ പറഞ്ഞത്, നിങ്ങൾ എന്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ അതിന്റെ പൊരുൾ പറഞ്ഞു തരുന്നവരെ നിങ്ങൾ ഒന്നും ചോദിക്കാൻ പാടില്ല. ആയിക്കോട്ടെ. പോയിട്ട് എന്താ ചെയ്തത്? ഒരു കപ്പലിൽ കയറില്ല. ഞാനിത് പറയാൻ കാരണം മത്സ്യത്തൊഴിലാളികളായതുകൊണ്ടാണ് പറയുന്നത്. രണ്ടാൾ കൂടി ഒരു കപ്പലിൽ കയറി. അന്നത്തെ കപ്പൽ തന്നെ നമ്മളിപ്പോഴത്തെ ബോട്ട്, അല്ലാതെ ഇന്നത്തെ പോലത്തെ വലിയ ഒരു രാജ്യം പോലത്തെ കപ്പലൊന്നും ഇല്ല. കപ്പലിൽ കയറി. ആ കപ്പൽ ഇങ്ങനെ പോകുമ്പോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ മുന്നിൽ നിന്ന് ഖളിർ അലൈഹി സ്വലാം കപ്പലിന്റെ പലകക്ക് കേടുവരുത്തി. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം എന്ത് പറഞ്ഞു? മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, അഖറഖതഹാ ലിതുഗ്രിഖ അഹ്ലഹാ ലഖദ് ജീത ശൈഅൻ ഇംറാ.
നിങ്ങൾ കപ്പലിന് കേട് വരുത്തിയാൽ ആൾക്കാർ മുങ്ങി നശിച്ചു പോവില്ലേ? ഇവര് നമ്മളെ ഫ്രീ ആയിട്ട് കയറ്റിയതായി കപ്പൽ 5 പൈസ വാങ്ങാതെ. കാരണം കടൽ തൊഴിലാളികൾ, അവർക്ക് അമ്പിയാക്കൾ ഔലിയാക്കളോട് വലിയ സ്നേഹ. അതുകൊണ്ട് 5 പൈസ വാങ്ങാതെ ഈ മഹാന്മാരെ കപ്പലിൽ കയറ്റിയവരാണവർ. അവരെ കപ്പൽ നമ്മൾ കേടുവരുത്തൽ ശരിയുണ്ടോ? അപ്പോ ഖദിർ അലൈഹിസ്സലാം പറഞ്ഞു, നമ്മൾ പണ്ടേ കരാറെന്തേലും ഒന്നും ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ പറഞ്ഞിരുന്നവരെ. അങ്ങനെ അവർ വീണ്ടും യാത്ര ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മറന്നുപോയതാണ്, ക്ഷമിക്കണം. അവസാനം അതാ മാപ്പ് കൊടുത്തു. പിന്നെയും മുന്നോട്ട് പോയി. മുന്നോട്ട് പോകുമ്പോൾ ഒരു ചെറിയ കുട്ടിയെ കണ്ടു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിൽ നിന്ന് ഖദിർ അലൈഹിസ്സലാം കുട്ടിയെ കൊന്നുകളഞ്ഞു. മൂസാ നബിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. ഒരു തെറ്റും ചെയ്യാതെ നിങ്ങൾ ഒരു ചെറിയ കുട്ടിയെ കൊന്നിരിക്കുക. മൂസാ നബി അലൈഹിസ്സലാം ചോദ്യം ചെയ്തു പോയി. ഖദിർ അലൈഹിസ്സലാം ചോദിച്ചു, എന്റെ കൂടെ ക്ഷമിച്ചു വരാൻ പറ്റൂല എന്ന് നിങ്ങളോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതല്ലേ? കുറച്ച് ഗൗരവത്തിൽ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇനി എന്തെങ്കിലും ഞാൻ ചോദ്യം ചെയ്താൽ ഫലാ തുസാഹിബിനി, നിങ്ങൾ എന്നെ കൂടെ കൂട്ടണ്ട, ഒരു ചാൻസും കൂടി വേണം. അങ്ങനെ വീണ്ടും കുറെ മുന്നോട്ട് പോയി. അപ്പൊ ഒരു നാട്ടിലെത്തി. ആ നാട്ടിൽ ചെന്ന് നോക്കുമ്പോ ആ നാട്ടുകാർ ഈ അതിഥികളായി അന്യനാട്ടിൽ നിന്ന് വന്നവർക്ക് ഭക്ഷണം കൊടുത്തില്ല. അപ്പൊ അന്യര് വന്നിട്ട് ഭക്ഷണം കൊടുക്കാതെ മോശമല്ലേ? വേറെ നാട്ടുകാരൊന്നും ഭക്ഷണം കൊടുക്കാൻ. പക്ഷേ ആ നാട്ടിൽ കൂടി ഇങ്ങനെ പോകുമ്പോൾ ഒരു മതിലിങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന, ഇപ്പൊ വീഴുന്നു തോന്നും. അങ്ങനെയുള്ള ആ മതിൽ ഖദിർ അലൈഹിസ്സലാം പോയിട്ടും തൊട്ടപ്പോൾ തന്നെ അത് നേരെയായി പോയി. അത് നേരെയാക്കി വെച്ചു. അപ്പൊ മൂസാ നബിയോട് ചോദിച്ചു പോയി, എന്തേ നമ്മക്കൊരു ഭക്ഷണം തരാത്ത നാട്ടുകാരുടെ ഈ മതില് വെറുതെ 5 പൈസ വാങ്ങാണ്ട് നന്നായി കൊടുക്കേണ്ടിയുണ്ടോ? അപ്പോൾ ഖദിർ അലൈഹിസ്സലാം പറഞ്ഞു, ഹദാ ഫിറാഖു ബൈനി വ ബൈനിക, ഞാനും നിങ്ങളും ഇടയിൽ പിരിയുന്ന സമയമാണിത്, എനിക്ക് ചാൻസില്ല. ഫിറാഖു ബൈനി വ ബൈനിക സഉനബ്ബിഉക, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ബിതഅ്വീലി മാ ലം തസ്തതി അലൈഹി സബ്റ, നിങ്ങൾക്ക് ക്ഷമിച്ചു പോരാൻ കഴിയാത്ത സംഗതിയുടെ പൊരുൾ പറഞ്ഞു തരാം. അമ്മസ്സഫീനത്തു, നമ്മൾ കേടുവരുത്തിയ കപ്പല്, കാനത്തിലി മസാകീന യഅമലൂന ഫിൽ ബഹർ, കടലിൽ തൊഴിലെടുക്കുന്ന സാധുക്കളുടെ കപ്പലാണ്. അതേ വകാന വറാഅഹും മലികുൻ യഖുദു കുല്ല സഫീനത്തിൻ വസ്ബാ, ആ കപ്പലിന്റെ ബേക്കിൽ ഒരു ഭരണാധികാരി, ഒരു രാജാവ് വരുന്നുണ്ട്. അയാള് അക്രമിയാണ്. അയാള് സാധുക്കളെ കപ്പലൊക്കെ പിടിച്ചെടുക്കും. അപ്പൊ ഈ സാധുക്കളെ കപ്പലും അയാള് പിടിച്ചെടുക്കും. പിടിച്ചെടുക്കാതിരിക്കണമെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ, അതിന് കേടുവരുത്തലാണ്. റിപ്പയർ ഉള്ള കപ്പൽ അയാൾ എടുക്കൂല. റിപ്പയർ ആവശ്യമുള്ളത് അദ്ദേഹം പിടിച്ചെടുക്കൂല. അതിനൊരു റിപ്പയർ ഉണ്ടാക്കാൻ ഞാൻ എടുത്ത പണിയാണത്. നമ്മളെ സ്നേഹിച്ച് കപ്പലിൽ കയറ്റിയ സാധുക്കള്, അതേ കടൽ തൊഴിലാളികളാണ് അവര്. കണ്ടോ, പഴയകാലം മുതലേ കടൽ തൊഴിലാളികൾക്ക് അമ്പിയാക്കൾ ഔലിയാക്കളോട് വലിയ സ്നേഹമാണ്. ഇന്നും നിങ്ങൾക്ക് കടലോര പ്രദേശത്ത് പോയാൽ അവർക്ക് ഔലിയാക്കൾ അമ്പിയാക്കളോട്, അലിമീങ്ങളോട്, സയ്യിദന്മാരോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. അത് പഴയകാലം മുതലേ ഉള്ളൊരു സംഗതിയാണ്. പിന്നെ വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ, പിന്നെ ഞാനൊരു ചെറിയ കുട്ടിയെ കൊന്നതല്ലേ നിങ്ങൾ പറഞ്ഞ പ്രശ്നം, നിങ്ങളത് ചോദ്യം ചെയ്ത് നിങ്ങൾ കുറ്റക്കാരനല്ല, നിങ്ങൾ പഠിച്ചതനുസരിച്ച് അങ്ങനെ തന്നെയാണ് വേണ്ടത്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് ഞാനത് ചെയ്യാൻ കാരണം അബവാഹു മുഅ്മിനൈനി, ആ ചെറിയ കുട്ടിയുടെ അപ്പയും ഉമ്മയും നല്ല ക്ലാസ് സുന്നികളാണ്, നല്ല മുഅ്മിനീകളാണ്. അബവാഹു മുഅ്മിനൈനി ഫഖശീനാ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ,
ഈ കുട്ടി വളർന്നാൽ ആ മാതാപിതാക്കളെ പിഴപ്പിച്ച് ഇസ്ലാമെന്ന് പുറത്തു കൊണ്ടുപോകുമെന്ന് നമ്മൾ ഭയപ്പെട്ടു. അഥവാ പടച്ചവൻ അങ്ങനെ ഒരു വിവരം കൊടുത്തു. ഈ കുട്ടി വളർന്നാൽ മാതാപിതാക്കൾ പിഴച്ചു പോകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ നല്ല മങ്കൂസ് മൂല് തോതിയിട്ട് യാത്ര അയച്ച ഒരു കുട്ടി ചിലപ്പോ വിദേശത്ത് പോയി കുറച്ച് പൈസയും പണവുമെല്ലായി വന്നിട്ട് പിന്നെ പാപ്പാനോട് പറയുന്നു മൗലിദ് പറ്റൂല, റാത്തീബ് പറ്റൂല, സിയാറത്ത് പറ്റൂല, ഉറൂസ് പറ്റൂല. ഇവന്റെ ചെലവിന് ജീവിക്കുന്ന ബാപ്പയാവുമ്പോ ചിലപ്പോ ആ ബാപ്പയും പഴയത് വിട്ടിട്ട് ഈ കുട്ടിന്റെ പോലെ കൂടെ പോയി ഈമാൻ തെറ്റുന്നു. ഇതുപോലെ ഈ ബാപ്പയെയും ഉമ്മയെയും തെറ്റിച്ചു കളയുന്ന കുട്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ കൊന്നത്. കുട്ടിക്കും ഗുണമാണ് ആഖിറം നഷ്ടപ്പെടാതിരിക്കാൻ, അതുപോലെ തന്നെ ഇവർക്കും നല്ലതാണ്. അങ്ങനെയാണ് ഞാനത് ചെയ്തത്. മൂന്നാമത്തതോ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കാർക്കും പറ്റൂല കേട്ടോ, എനിക്കും പറ്റൂല കേട്ടോ. ഇത് ഇന്ത്യ രാജ്യമാണ്. ഇന്ത്യയിൽ ഇന്ത്യന്റെ നിയമമാണ്. ഓരോ രാജ്യത്തും ഓരോ രാജ്യത്തിന്റെ നിയമമാണ്. നമുക്ക് അങ്ങനെ കൊല്ലാനൊന്നും പറ്റൂല. മാത്രമല്ല നമുക്ക് ഇസ്ലാമിനെ പോലെ നബുവത്തും വഹിയൊന്നും കിട്ടുന്നുമില്ല. അപ്പൊ നമുക്കത് പറ്റൂല.